ചൈന പോലുള്ള രാജ്യങ്ങൾ സാങ്കേതിക വിദ്യകളിൽ മുന്നേറുമ്പോൾ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടോസ് MP ആരോപിച്ചിരുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു പാർട്ടിയുടെ പ്രതികരണമായിട്ടോ ഒന്നും എടുക്കണ്ട. ഇതെൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള, ഞാനെന്ന് മേജർ രവി ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചിട്ടുള്ളതും ആ ആചാരങ്ങളെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളായിട്ട് ബ്രിട്ടാസിന് ഉത്തരം കൊടുക്കാനെന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരം കൊടുക്കലല്ല, ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി, എന്തെങ്കിലും നാല് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സമയത്ത് നോക്കിയാലും ഈ ഹിന്ദു സമുദായത്തിൻ്റെ മുകളിൽ മാത്രം കുതിര കയറുന്നൊരു സ്വഭാവം ശ്രീമാൻ ബ്രിട്ടാസിനുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഇതേപോലെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ കൈകടത്തിയിട്ട് ഒരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റ ഈ മനുഷ്യനുണ്ടോ? ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹിന്ദു ജനറലി അവർ റിയാക്ട് ചെയ്യാറില്ല വിട്ടേക്ക്, കാരണം അത് സനാതന ധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണത്. ലിവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ളത്. അത് വിചാരിച്ചിട്ട് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു MP, അദ്ദേഹം എലക്റ്റഡ് ഒന്നല്ല, അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ MP ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പാർട്ടിക്കാരൻ പോലും അല്ല അദ്ദേഹം. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ മലയാളികളുടെ കയ്യിൽ നിന്ന് വല്ല നാല് കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയിൽ മുങ്ങി കുളിച്ചാൽ അതാവോ ഇതാവോ. കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്ന അദ്ദേഹത്തിന്റെ തറവാട്ടിലുള്ള കുടത്തിലൊന്നല്ലല്ലോ. കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്ന അദ്ദേഹത്തിന്റെ തറവാട്ടിലുള്ള കുടത്തിലൊന്നല്ലല്ലോ. അത് ചില ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അത് ചില സംഭവങ്ങളൊക്കെ പൈതൃകമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ? ഇല്ലെങ്കിൽ ഈ കോടിക്കണക്കിന് 20, 30, 40 കോടിക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നത് അതൊരു വിശ്വാസത്തിന്റെ ഇതിലാണ്. ആ വിശ്വാസികളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എൻ്റെ ഒരു നമ്പറാ. അതിലൊന്നും ആയിട്ടില്ല. കാരണം ഇദ്ദേഹം ഈ വെറുതെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ വല്ലതും 2 മുറി ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ മലയാളത്തിൽ ഹിന്ദുക്കളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത്. നമ്മളെ ചൊറിയാമെന്നാ നമ്മൾ ഏറി മാന്തി. ഇതേ ആളോട് ഞാനൊന്ന് ചോദിക്കുകയാണ്, MP അല്ലേ, താങ്കളതൊന്ന് ഹിന്ദിയിൽ അവിടെ നോർത്തിൽ നിന്നിട്ടൊന്ന് പറയും, അപ്പം അറിയാൻ വിവരം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇനി മേലിലെങ്കിലും ഈ ഹിന്ദുവിനെ കയറി ചൊറിയുന്ന പരിപാടി, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പാർട്ടിക്കാരനായിട്ടല്ല പറയുന്നത്. ഞാൻ മേജർ രവി എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന ആ സംസ്കാരത്തിനെ ഫോളോ ചെയ്യുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ, അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും ചോദിച്ചില്ല, നിങ്ങളുടെ മകളെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കല്യാണം പള്ളിയുടെ ആചാരപ്രകാരം നടത്തിയത്, അല്ലെങ്കിൽ മാമോദീസ മുക്കിയിട്ടില്ലേ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുക്കലിനും ആ മുക്കലിനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് തോന്നും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ഇപ്പം ഇവിടെ ഗംഗയിൽ മുങ്ങുന്നതും മാമോദിസം മുങ്ങുന്നതും ഇതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെറുതെ വർഗീയത ഉണ്ടാക്കുകയാണ്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതിന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അപ്പോൾ ഇദ്ദേഹത്തിനോട് തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ MP ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാനെന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കരുത്. അത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് ഒരിക്കലും കണക്കാക്കരുത് എന്നുള്ള മാത്രം ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു പാർട്ടിയുടെയും ബലം എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. താങ്കൾ പറഞ്ഞത് തെറ്റാണ്. ആ തെറ്റിനെ താങ്കൾ അത് തിരുത്തണം. ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി ഒരിക്കലും വേണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും, പിന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞപ്പം അദ്ദേഹത്തിന് ബഡ്ജറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ ഗംഗയിലത്തെ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്, പറയേണ്ടി വന്നു. ബഡ്ജറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല, അദ്ദേഹത്തിന് പാർട്ടിക്കും പറയാനില്ല. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. കാരണം അത്രയും നല്ലൊരു ബഡ്ജറ്റ് അവിടെ അവതരിച്ചപ്പോൾ പിന്നെ ഇപ്പോൾ ഗംഗ എടുക്കുക അല്ലെങ്കിൽ മഹാകുംഭം എടുക്കുക, അവിടെ മുങ്ങി കുളിച്ചു. പക്ഷെ അത് കയ്യടി നേടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ ഹിന്ദുക്കളുടെ മേക്കെട്ട് കയറുന്നത്? നീ കുറച്ച് കാണല്ലേ, നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ ഇതേപോലെ 10 ചോദ്യം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ അതെൻ്റെ സംസ്കാരത്തിന് പറ്റാത്തതാണ്. കാരണം ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സനാതന ധർമ്മി. ഞാൻ ഇന്നും കൂടെ കൊണ്ടു നടക്കുന്ന എൻ്റെ ഹിന്ദു മുസ്ലിം സഹോദരന്മാരെ ഞങ്ങൾ തോളോട് കൂടെ ചേർത്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാർ. ഒരിക്കലും അവൻ്റെ വിശ്വാസത്തെ ഞാൻ വ്രണപ്പെടുത്തില്ല, എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ സുഹൃത്തുക്കളും വ്രണപ്പെടുത്താറ്. ഇതുപോലെ വല്ല ആളുകളുടെയും ഔദാര്യം കൊണ്ട് രാജ്യസഭയിൽ കയറിയിരുന്നിട്ട് അവിടെ MP ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ നാണം കേട്ടല്ലോ. എന്തിനാ മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് യു അൺനെസറിലി ചൊറിയഫൈങ് ദിസ് ഹിന്ദുസ്? അത് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? നിങ്ങളൊന്നിപ്പോൾ റെസ്പോൺസിബിൾ MP സ്ഥാനത്തിരിക്കുകയാണ്. സോ ബിഹേവ് ലൈക്ക് എ മെച്യൂർഡ് പേഴ്സൺ. അദ്ദേഹം മറ്റുള്ളവർക്ക് എൻ്റെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ആ ഫ്ലാറ്റ് പൊളിയുന്ന സമയത്ത് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ചീഫ് മിനിസ്റ്ററെ കാണാൻ പോയപ്പോൾ പോലും ഇദ്ദേഹം വന്നിട്ടില്ല കൂടെ.
എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? അപ്പം ഇദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, തന്നെത്താനുള്ള എൻ്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു MP സ്ഥാനവും. അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ സംസ്കാരം മാത്രം നോക്കിയാൽ മതി, മറ്റുള്ളവൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ നോക്കരുത് എന്നുള്ളൊരു വാണിംഗ് ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അതുകൊണ്ട് അത് വിട്, എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയിപ്പിക്കില്ലേ. അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ യെസ് ഐ ഗോട്ട് സംതിങ് ടു സേ എന്നുള്ളത്. അതിനകത്ത് ഐ മീൻ ഇറ്റ് എന്നുള്ളതാണ്. കൊടുകൈ കലക്കി കളഞ്ഞു.